എല്ലാവർക്കും നമസ്കാരം. ആൻറ്റീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്നാക്സാണ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ? ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അമേരിക്കാന ബ്രാൻഡിൻ്റെ ഒരു ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാൻ വാങ്ങിയത് 1 kg ഒരു പാക്കറ്റാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സ്, ആർട്ടിഫിഷ്യൽ കളർ, ഫ്ലേവർ, GMOs ഒന്നും അടങ്ങിയിട്ടില്ല എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോയാബീൻ, പപ്പായ, ഉരുളക്കിഴങ്ങ്, ചോളം എന്നിവയിൽ ഉള്ളൊരു ഘടകമാണ് GMOs. അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇതിനായി ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ചൂടായി അത്യാവശ്യം ഓയിൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഇടുക. ചെറുതായി ഇളക്കി കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് ഫ്രൈസ് ഗോൾഡൻ കളറിലേക്കാകും. എണ്ണ പ്ലേറ്റിലേക്ക് ഒരുപാട് വരാത്ത രീതിയിൽ പാനിൽ നിന്നും ഫ്രൈസ് പ്ലേറ്റിലേക്ക് മാറ്റുക. ടിഷ്യൂ പേപ്പർ പ്ലേറ്റിന് മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ഫ്രൈസ് വെക്കുന്നത് എണ്ണ കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധിക്കും. ഇതിലിപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടില്ല. ഇതിനു വേണ്ടി നമുക്കൊരു മുളക് ചമ്മന്തി റെഡിയാക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയിൽ ചെറിയ അളവിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിളക്കി അതിലേക്ക് കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ തയ്യാറാക്കുക. ഫ്രഞ്ച് ഫ്രൈസ് ഈ ചമ്മന്തിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈസി ആൻഡ് ടേസ്റ്റിയാണ്. ഫ്രഞ്ച് ഫ്രൈസ് ടേസ്റ്റി ആണെങ്കിലും ചെറിയൊരു വില്ലനാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൽ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ഉള്ളത് കൊണ്ട് അമിതമായി കഴിച്ചാൽ ഡയബറ്റിക്, കൊളസ്ട്രോൾ, വെയിറ്റ് കൂടാനും കാരണമാകും. ആഗ്രഹമുള്ളവർക്ക് വല്ലപ്പോഴും കഴിക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.